ഈസ്റ്റ് ബംഗാൾ അങ്ങനെ ഒരു വിദേശ സൈനിങ് പൂർത്തീകരിക്കുന്നു. റിച്ചാർഡ് സെലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെനിൻസുലൻ ഫോർവേഡിനെയാണ് എത്തിക്കുന്നത്. ഇദ്ദേഹം 28 വയസ്സുള്ള ഒരു താരമാണ്. അദ്ദേഹം കൂടുതലായിട്ടും ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന താരമാണ്. മാദി തലാലിൻ്റെ റീപ്ലേസ്മെൻ്റ് എന്ന നിലയ്ക്കാണ് ഈ ഒരു താരത്തെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ടീമിൽ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു താരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത് വെനിൻസുലൻ ലീഗിൽ തന്നെയാണ്. അതിൽ കൂടുതലും ടോപ്പ് ടയറിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് പോർട്ടോ കെബല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെനിൻസുലൻ ടോപ്പ് ടയർ ക്ലബ്ബിൽ തന്നെയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ നമ്മൾ പരിശോധിക്കുന്ന സമയത്തായിട്ട് 28 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളും 3 അസിസ്റ്റും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കരിയർ നോക്കുമ്പോൾ 250 മത്സരങ്ങളിൽ നിന്ന് 48 ഗോളും 27 അസിസ്റ്റും. ഇത് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര വലിയ സ്റ്റാറ്റൊന്നും അല്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇദ്ദേഹം കളിച്ചു വന്നിരിക്കുന്നത് വെനിൻസുലയാണ്. വെനിൻസുലൻ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലുള്ളൊരു ലീഗാണ്. അവിടെ എന്താണെങ്കിലും നമുക്കറിയാം ISL-ലേക്കാൾ എത്ര ബെറ്റർ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഇൻറ്റൻസിറ്റി ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഗിൽ നിന്നാണ് ഈ ഒരു താരം വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഈസ്റ്റ് ബംഗാളിനൊരു പ്രതീക്ഷ നൽകാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം വെനിൻസുലയിൽ നിന്ന് വന്ന് ഇവിടെ വലിയ ചരിത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള താരമുണ്ട്. മിക്കു എന്ന് പറഞ്ഞിട്ടുള്ള താരം ബംഗളൂരു FC-യുടെ താരമായിരുന്നു. അദ്ദേഹവും ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചിട്ടുള്ള താരമാണ്. സോ ആ ഒരു ലെവൽ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ ഇദ്ദേഹം ഒരു സീസണിലോ മറ്റോ സ്ലോവേനിയൻ ലീഗിൽ കളിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ജനുവരിയിൽ ഒരു ഫ്രീ ട്രാൻസ്ഫർ എന്ന നിലയിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇദ്ദേഹം വെനിൻസുലയ്ക്ക് വേണ്ടി 4 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ് കൂടുതൽ കളിക്കുന്നൊരു പ്ലെയറാണ്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഫോർവേഡായിട്ടും കളിപ്പിക്കാൻ പറ്റുന്നൊരു താരമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കും, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് ഓൾറെഡി ആ ഒരു പൊസിഷൻസ് ഇപ്പം സെൻട്രൽ ഫോർവേഡ്സ് എന്ന നിലയിൽ ദിമിയുണ്ട്, ക്ലൈറ്റൻ ഉണ്ട്, ഡേവിഡ് ഉണ്ട്. അതുപോലെ തന്നെ വിങ്ങേഴ്സ് എന്ന നിലയിൽ ടോപ്പ് വിങ്ങേഴ്സ് ആണുള്ളത്. ഇപ്പം മഹേഷ്, നന്ദ, ഇപ്പം PB വിഷ്ണു ഈ സീസണിൽ ടോപ്പ് പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടേക്കാണ് ആ സിമിലർ പൊസിഷനിൽ കളിക്കുന്നൊരു പ്ലെയർ വരുന്നത്. ഇപ്പം നമുക്കറിയാം അവരുടെ മിഡ്ഫീൽഡ് കുറച്ച് പ്രശ്നമാണ്. ഇപ്പം ആദി തലാൽ പോയി, സോൾ ക്രസ്പോ ഇഞ്ചേർഡാണ്. അപ്പം അവിടെ ഒരു അഡീഷൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബാലൻസ് വന്നതിന് എനിക്കൊന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. കാരണം ഇപ്പം അൻവർ അലി പോലും കളിക്കുന്നത് മിഡ്ഫീൽഡിലാണ്, എന്നിട്ട് ഫോറിൻ ഡിഫൻഡേഴ്സിനെയാണ് കളിപ്പിക്കുന്നത്. അപ്പം എനിക്കൊന്ന് ഇജാസിയേക്കാൾ ബെറ്റർ ഓപ്ഷൻ അവിടെ അൻവർ തന്നെ കളിക്കുന്നതാണ്. ഇജാസിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും മിസ്റ്റേക്സ് വരുന്നൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈവൻ ലാസ്റ്റ് മാച്ചിൽ പോലും നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അൻവർ ആ പൊസിഷനിലേക്ക് വന്ന് മിഡ്ഫീൽഡിൽ ഒരു വിദേശ താരവും കൂടി വന്ന് ആൻഡ് അറ്റാക്കി പറഞ്ഞ 2 പ്ലെയേഴ്സിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസ് ടീമിലുണ്ടാകുമായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. ഇറ്റ്സ് അപ്പോൺ കോച്ച് ഡിസിഷൻ. ഓസ്കാർ ബ്രൂസോണിന് ഏത് തരത്തിലാണ് അത് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഈ ഒരു സൈനിങ് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയഫ്.